ഞാനേ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി പറയാം. ആദ്യം ഒരു ചട്ടി ചൂടായി അതിനകത്തോട്ട് നമ്മൾ സവോള ആഡ് ചെയ്യണം. സവോള എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സവോള വേണം. എന്നാലുള്ള ആ സവോളയുടെ ചെറിയൊരു മതിരിപ്പ് ഉണ്ടാകണം. എന്നാലേ ഈ റോസ്റ്റിനൊരു രുചി ഉണ്ടാകത്തുള്ളൂ. പിന്നെ തക്കാളിക്കയുടെ പുളിയും കൂടെ വേണം. അങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ സവോള ഒത്തിരി വഴന്ന് വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ക്രഷ്ഡ് ചില്ലി മാത്രം ഇട്ടാലും മതി. ഇവിടെ ഞാനൊരു ഇത്തിരി മുളക് പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ തക്കാളിക്ക് ആഡ് ചെയ്യണം. തക്കാളിക്ക് കുറച്ച് നന്നായിട്ട് വെന്തുടയണം ഇതിനകത്തോട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണക്ക ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സിനിമയ്ക്കാണ്. സിനിമയ്ക്ക് നമ്മൾ പോയത് ഗുഡ് വിൽ സിനിമാസിലെയാണ്, കല്ലറയിലുള്ള. സത്യം പറയാലോ, ഒരു സിനിമ തിയേറ്ററാന്ന് പോലും പറയത്തില്ല. അത്ര 5 സ്റ്റാർ സെറ്റപ്പാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ. അടിപൊളി തിയേറ്റർ. നമ്മൾ സർവ്വമായയാണ് കണ്ടത്. അടിപൊളി ഫിലിമായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ക്രിസ്മസ് ദിനത്തിലെ കുറച്ച് വിശേഷങ്ങൾ. താങ്ക് യു.